സരൽ സമുദ്ര പഠനത്തിനു വേണ്ടിയുള്ള ഇന്ത്യയുടെയും ഫ്രാൻസിന്റെയും സംയുക്ത സംരംഭം. സരൽ സമുദ്ര പഠനത്തിനു വേണ്ടിയുള്ള ഇന്ത്യയുടെയും ഫ്രാൻസിന്റെയും സംയുക്ത സംരംഭമാണ് സരൽ. സരൽ വിക്ഷേപിച്ച വർഷം 2013 ഫെബ്രുവരി 25. സരൽ വിക്ഷേപിച്ച വർഷം 2013 ഫെബ്രുവരി 25. വിക്ഷേപണ വാഹനം PSLV C-20. സരൽ വിക്ഷേപണ വാഹനം PSLV C-20. വിക്ഷേപണ സ്ഥലം സതീഷ് ധവാൻ സ്പേസ് സെന്റർ, ശ്രീഹരിക്കോട്ട. സരൽ സമുദ്ര പഠനത്തിനു വേണ്ടിയുള്ള ഇന്ത്യയുടെയും ഫ്രാൻസിന്റെയും സംയുക്ത സംരംഭമാണ് സരൽ. വിക്ഷേപിച്ച വർഷം 2013 ഫെബ്രുവരി 25. വിക്ഷേപണ വാഹനം PSLV C-20. വിക്ഷേപണ സ്ഥലം സതീഷ് ധവാൻ സ്പേസ് സെന്റർ, ശ്രീഹരിക്കോട്ട. ജുഗ്നു ഇന്ത്യയുടെ ആദ്യ നാനോ ഉപഗ്രഹം. ഇന്ത്യയുടെ ആദ്യ നാനോ ഉപഗ്രഹമാണ് ജുഗ്നു. കാൺപൂരിലെ IIT-യിലെ വിദ്യാർത്ഥികളാണ് ഇത് നിർമ്മിച്ചത്. കാൺപൂരിലെ IIT-യിലെ വിദ്യാർത്ഥികളാണ് ജുഗ്നു നിർമ്മിച്ചത്. വിക്ഷേപണ വർഷം 2011 ഒക്ടോബർ 12. ജുഗ്നു ഇന്ത്യയുടെ ആദ്യ നാനോ ഉപഗ്രഹം. കാൺപൂരിലെ IIT-യിലെ വിദ്യാർത്ഥികളാണ് ഇത് നിർമ്മിച്ചത്. വിക്ഷേപിച്ച വർഷം 2011 ഒക്ടോബർ 12. ന്യൂസാറ്റ് ISROയുടെ മേൽനോട്ടത്തിൽ നുറുൽ ഇസ്ലാം യൂണിവേഴ്സിറ്റി, തമിഴ്നാട് നിർമ്മിച്ച ഉപഗ്രഹമാണ് ന്യൂസാറ്റ്. വിക്ഷേപണ വാഹനം PSLV C-38. 2017 ജൂൺ 23 വിക്ഷേപിച്ചത്. ന്യൂസാറ്റ് ISROയുടെ മേൽനോട്ടത്തിൽ നുറുൽ ഇസ്ലാം യൂണിവേഴ്സിറ്റി, തമിഴ്നാട് നിർമ്മിച്ച ഉപഗ്രഹം. വിക്ഷേപണ വാഹനം PSLV C-38. വിക്ഷേപിച്ച ദിവസം 2017 ജൂൺ 23. റിസോസാറ്റ് IRS-P6. ഭൗമ നിരീക്ഷണത്തിനും വിദൂര സംവേദനത്തിനും വേണ്ടിയുള്ള ഉപഗ്രഹം. ഭൗമ നിരീക്ഷണത്തിനും വിദൂര സംവേദനത്തിനും വേണ്ടിയുള്ള ഉപഗ്രഹമാണ് റിസോസാറ്റ്. IRS സീരീസിലെ ഇസ്രോയുടെ 10ാമത്തെ ഉപഗ്രഹം. വിക്ഷേപിച്ചത് 2003 ഒക്ടോബർ 17. റിസോസാറ്റ് വിക്ഷേപിച്ചത് 2003 ഒക്ടോബർ 17. വിക്ഷേപണ സ്ഥലം ശ്രീഹരിക്കോട്ട. വിക്ഷേപണ വാഹനം PSLV C-5. റിസോസാറ്റ് അല്ലെങ്കിൽ IRS-P6 ഭൗമ നിരീക്ഷണത്തിനും വിദൂര സംവേദനത്തിനും വേണ്ടിയുള്ള ഉപഗ്രഹം. IRS സീരീസിലെ ഇസ്രോയുടെ 10ാമത്തെ ഉപഗ്രഹം. വിക്ഷേപിച്ചത് 2003 ഒക്ടോബർ 17. വിക്ഷേപണ സ്ഥലം ശ്രീഹരിക്കോട്ട. വിക്ഷേപണ വാഹനം PSLV C-5. ഹ്യൂമൻ സ്പേസ് ഫ്ലൈറ്റ് സെന്റർ ISROയുടെ കീഴിലുള്ള മനുഷ്യനെ ബഹിരാകാശത്ത് എത്തിക്കുന്ന പദ്ധതികൾ നടപ്പിലാക്കുന്ന സ്ഥാപനം. ഗഗൻയാൻ പദ്ധതിയുടെ ചുമതലയും ഹ്യൂമൻ സ്പേസ് ഫ്ലൈറ്റ് സെന്ററിനാണ്. ഹെഡ്ക്വാർട്ടേഴ്സ് ബാംഗ്ലൂർ. ഹ്യൂമൻ സ്പേസ് ഫ്ലൈറ്റ് സെന്ററിന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് ബാംഗ്ലൂർ. ഉദ്ഘാടനം നടന്നത് 2019 ജനുവരി 30. K. കസ്തൂരി രംഗൻ. ആദ്യ ചെയർമാൻ ഡോക്ടർ S. ഉണ്ണികൃഷ്ണൻ നായർ. നിലവിലെ ചെയർമാൻ ഉമാ മഹേശ്വർ R. ഹ്യൂമൻ സ്പേസ് ഫ്ലൈറ്റ് സെന്റർ ISROയുടെ കീഴിലുള്ള മനുഷ്യനെ ബഹിരാകാശത്ത് എത്തിക്കുന്ന പദ്ധതികൾ നടപ്പിലാക്കുന്ന സ്ഥാപനം. ഗഗൻയാൻ പദ്ധതിയുടെ ചുമതലയും ഹ്യൂമൻ സ്പേസ് ഫ്ലൈറ്റ് സെന്ററിനാണ്. ഹെഡ്ക്വാർട്ടേഴ്സ് ബാംഗ്ലൂർ. ഉദ്ഘാടനം നടന്നത് 2019 ജനുവരി 30. ആദ്യ ചെയർമാൻ ഡോക്ടർ S. ഉണ്ണികൃഷ്ണൻ നായർ. നിലവിലെ ചെയർമാൻ ഉമാ മഹേശ്വരൻ R. ഇന്ത്യയുടെ അത്യാധുനിക റിമോട്ട് സെൻസിംഗ് ഉപഗ്രഹം റിസോസാറ്റ് 1.
ഇന്ത്യയുടെ അത്യാധുനിക റിമോട്ട് സെൻസിംഗ് ഉപഗ്രഹം റിസോൾസാറ്റ്-1. IRS-P6 എന്നറിയപ്പെടുന്ന ഉപഗ്രഹവും റിസോൾസാറ്റ്-1. റിസോൾസാറ്റ്-2 വിക്ഷേപിച്ച വർഷം 2011 ഏപ്രിൽ 20. റിസോൾസാറ്റ്-2വിനോടൊപ്പം വിക്ഷേപിച്ച ഇൻഡോ റഷ്യൻ ചെറു ഉപഗ്രഹം യൂത്ത്സാറ്റ്. 2017 ഡിസംബർ 7 ഇന്ത്യ വിക്ഷേപിച്ച റിമോട്ട് സെൻസിംഗ് ഉപഗ്രഹം റിസോൾസാറ്റ്-2A. റിസോൾസാറ്റ്-2A ഭ്രമണപഥത്തിൽ എത്തിച്ച വിക്ഷേപണ വാഹനം PSLV-C-36. റിസോൾസാറ്റ്-2A ഭ്രമണപഥത്തിൽ എത്തിച്ച വിക്ഷേപണ വാഹനം PSLV-C-36. വിക്ഷേപണ സ്ഥലം ശ്രീഹരിക്കോട്ട സതീഷ് ധവൻ സ്പേസ് സെന്റർ. TES ഇന്ത്യയുടെ ചാര ഉപഗ്രഹമായി കരുതപ്പെടുന്നത് TES. ഇന്ത്യയുടെ ചാര ഉപഗ്രഹമായി കരുതപ്പെടുന്നത് TES ടെക്നോളജി എക്സ്പെരിമെന്റ് സാറ്റലൈറ്റ്. TESന്റെ വിക്ഷേപണ വാഹനം PSLV-C-3. TES വിക്ഷേപിച്ചത് 2001 ഒക്ടോബർ 22. മേഗാട്രോപിക്സ് ഉഷ്ണമേഖലാ പ്രദേശങ്ങളിലെ ജലചക്രം, ഊർജവിനിമയം എന്നിവയെക്കുറിച്ച് പഠിക്കുന്നതിനുള്ള ഇൻഡോ ഫ്രഞ്ച് സംയുക്ത ഉപഗ്രഹ ദൗത്യം മേഗാട്രോപിക്സ്. കാലാവസ്ഥാ വ്യതിയാനത്തെക്കുറിച്ച് പഠിക്കുന്നതിന് സഹായിക്കുന്ന ഉപഗ്രഹം മേഗാട്രോപിക്സ്. മേഗാട്രോപിക്സ് ഉപഗ്രഹങ്ങളുടെ വിക്ഷേപണവുമായി സഹകരിക്കുന്ന രാജ്യം ഫ്രാൻസ്. വിക്ഷേപണ വാഹനം PSLV-C-18. മേഗാട്രോപിക്സ് വിക്ഷേപിച്ച വർഷം 2011 ഒക്ടോബർ 12. മേഗാട്രോപിക്സിനോടൊപ്പം വിക്ഷേപിച്ച ചെറു ഉപഗ്രഹം ജുഗ്നു. 2020 ഡിസംബർ 17 ISRO വിക്ഷേപിച്ച വാർത്താവിനിമയ ഉപഗ്രഹം CMS-01. 2020 നവംബറിൽ ISRO വിജയകരമായി വിക്ഷേപിച്ച ഭൗമ ഉപഗ്രഹം EOS-01 എർത്ത് ഒബ്സർവിംഗ് സാറ്റലൈറ്റ്. വിക്ഷേപണ വാഹനം PSLV-C-49. ചന്ദ്രയാൻ 1 ഇന്ത്യയുടെ ആദ്യ ചാന്ദ്ര ദൗത്യം. ചന്ദ്രയാൻ 1 ഇന്ത്യയുടെ ആദ്യ ചാന്ദ്ര ദൗത്യം ചന്ദ്രയാൻ 1. ചന്ദ്രയാൻ 1 വിക്ഷേപിച്ചത് 2008 ഒക്ടോബർ 22. വിക്ഷേപണ സ്ഥലം ശ്രീഹരിക്കോട്ട. വിക്ഷേപണ വാഹനം PSLV-C-11. ചന്ദ്രയാൻ 1ന്റെ ഭാരം 1380 കിലോഗ്രാം. ആകെ ചെലവ് 386 കോടി. ചന്ദ്രന്റെ ഭ്രമണപഥത്തിൽ എത്തിയത് 2008 നവംബർ 8. ചന്ദ്രയാൻ 1 ചന്ദ്രന്റെ ഭ്രമണപഥത്തിൽ എത്തിയത് 2008 നവംബർ 8. ചന്ദ്ര ഉപരിതലത്തിൽ ഇടിച്ചിറങ്ങിയത് 2008 നവംബർ 14. ചന്ദ്രയാൻ എന്ന പേര് നിർദ്ദേശിച്ചത് AB വാജ്പേയി. ചന്ദ്ര ഉപരിതലത്തിൽ ഇടിച്ചിറങ്ങാൻ സഹായിച്ച ഭാഗം മൂൺ ഇംപാക്ട് പ്രോബ്. ഇടിച്ചിറങ്ങിയ ചന്ദ്രനിലെ ഭാഗം ഷാക്കിൾട്ടൺ ഗർത്തം. ചന്ദ്രനെക്കുറിച്ച് പഠിക്കാൻ പേടകം വിക്ഷേപിക്കുന്ന 4ാമത്തെ രാജ്യമാണ് ഇന്ത്യ. ചന്ദ്രയാൻ വിക്ഷേപണത്തിന് സഹായം നൽകിയ രാജ്യം റഷ്യ. ചന്ദ്രയാനിലെ നിരീക്ഷണ ഉപഗ്രഹങ്ങൾ 5. ചന്ദ്രയാൻ പ്രവർത്തനം നിലച്ചത് 2009 ഓഗസ്റ്റ് 28. ചന്ദ്രയാൻ വിക്ഷേപണ സമയത്തെ ISRO ചെയർമാൻ G. മാധവൻ നായർ. ചന്ദ്രയാൻ വിക്ഷേപണ സമയത്തെ പ്രോജക്ട് ഡയറക്ടർ M. അണ്ണാദുരൈ.